റിപ്പോർട്ടർ ഇംപാക്ട്. തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് ഇനി വീട് സ്വന്തം. റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത അടച്ചു തീർത്തു. 21 ദിവസത്തിനകം വീടിന്റെ രേഖകൾ മടക്കി നൽകാമെന്ന് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് അധികൃതർ അറിയിച്ചു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഉണ്ടോക്കല്ലേ സന്തോഷമുണ്ട്. ഇനി പ്രമാണം കിട്ടിയല്ലേ സന്തോഷമുള്ളത്. ഇനി എങ്ങനെ കിട്ടുമെന്നാണ് ഇപ്പോഴും ആലോചന. ഇവരുടെ ഇടയ്ക്ക് വന്ന് വിടുന്ന ചത്തുപോകും. ഇപ്പോഴത്തെ വർത്തമാനം കേട്ടില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പ്രമാണം കൂടി വാങ്ങിക്കാനുള്ള സംവിധാനം ഉത്സാഹിക്കണം. ഇന്നലെ ഈ വീട് ജപ്തി ചെയ്യുമ്പോൾ ആ വീട്ടിൽ പതിച്ച നോട്ടീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് ഇന്ന് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനം ഈടാക്കിയത്. അതും കൊള്ള പലിശ നിരക്കിൽ. ടി വി പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഇന്നലെ നമ്മൾ ഈ നോട്ടീസിൽ കണ്ട തുകയേക്കാൾ നോട്ടീസിൽ പറഞ്ഞ തുക അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിലും കൂടുതൽ പൈസയാണ് ആവശ്യപ്പെടുന്നത്. ഏകദേശം 84,000 രൂപ അധികം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊള്ള പലിശയ്ക്കാണ് ഈ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന പലിശ, ആ പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും പിന്നീട് ഒരുപാട് ഉപാധികളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ചിലവുകളും ചേർത്താണ് 3,70,000-ന് 5 ലക്ഷത്തിലധികം തുക നമ്മൾ അടയ്ക്കേണ്ടി വന്നത്. എന്താണ് സംഭവിച്ചത് ടി വി പ്രസാദ്? അരുൺ, ഇന്നലെ ഈ സമയത്ത് ഉഴമലക്കലിലെ 2 പെൺകുട്ടികളടക്കം 5 സ്ത്രീകൾ വീട്ടിന് പുറത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവർക്കിന്ന് ആശ്വാസമായി എന്നതാണ്. ഇന്നലെയാണ് റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വാർത്തയ്ക്ക് പിന്നാലെ വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടായത്. പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഇടപെട്ട് പണം പൂർണ്ണമായി തിരിച്ചടക്കാമെന്ന് ഇന്നലെ രാത്രി തന്നെ വാഗ്ദാനവും നൽകി. ഇന്നലെ രാത്രി കൂടിയ യുവജന സംഘടനാ പ്രവർത്തകർ പൂട്ടുപൊളിച്ച് തന്നെ അവരെ അകത്ത് കയറ്റുകയും ചെയ്തു. ഇന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി ആ എമൗണ്ട് കൈമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ഡിയുമായി ഇന്ന് വീട്ടിലെ അമ്മ നമ്മൾക്കൊപ്പമാണ്, റിപ്പോർട്ടർ സംഘത്തിനൊപ്പമാണ് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഓഫീസിലേക്ക് പോയത്. അവിടെ എത്തുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞത്. അതായത് 4 ലക്ഷമായിരുന്നു ആകെ തിരിച്ചടക്കേണ്ടിയിരുന്നത്. അവിടെ എത്തുമ്പോഴേക്കാണ് അറിയുന്നത് 1 ലക്ഷം കൂടി കൂട്ടിയെന്ന്. അങ്ങനെ 4,01,000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് 5,04,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് എന്തിൻ്റെ കാര്യത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി അവർക്ക് പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു. ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് വയ്ക്കാൻ വേണ്ടി 4 ലക്ഷം കിട്ടുന്നു. ഈ ബാക്കി വരുന്ന 3.5 ലക്ഷം കണ്ടെത്താൻ കഴിയാതെയാണ് ഈ സ്ഥാപനത്തിൻ്റെ കെണിയിലേക്ക് അവർ പെടുന്നതും പിന്നീട് വലിയ ബാധ്യതയായി മാറുന്നതും. എന്തായാലും കൊള്ള പലിശയാണ് അവർ ഈടാക്കിയത്. ഏറ്റവും ഒടുവിൽ ഈ 5 സ്ത്രീകളെ വീട്ടിന് പുറത്താക്കി പൂട്ടി പോവുകയും ചെയ്തു, ജപ്തി ചെയ്ത് പോവുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പണം പൂർണ്ണമായി അടച്ചു തീർന്നു. 21 ദിവസത്തിനകം വീടിൻ്റെ രേഖകൾ കൈമാറും എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അരുൺ, ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എടുത്ത പണത്തിൻ്റെ 18% വരുന്ന പലിശ കൂടാതെ ലീഗൽ സർവീസ് ചാർജ്, പിന്നെ ഉപാധികളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് സർവീസ് ചാർജുകളെല്ലാം കൂടി അഡീഷണലായി കേന്ദ്രമന്ത്രിക്ക് തന്നെ അടയ്ക്കേണ്ടി വന്നത് 84,000 രൂപയാണ് എന്നുള്ളതാണ്. അതായത് ന്യായമായ പലിശയ്ക്കും അപ്പുറത്തേക്ക് അടയ്ക്കേണ്ടി വന്നത് 1 ലക്ഷത്തോളം രൂപയാണ് എന്നാണ് കണക്കുകളിൽ പറയുന്നത്. ഈ പണം അടച്ച സ്ഥാപനത്തിൻ്റെ പേര്, പണം കൊണ്ടുവന്ന് നമ്മൾ കൊടുത്ത സ്ഥാപനത്തിൻ്റെ പേര്, ഈ മനുഷ്യത്വരഹിതമായ ഈ ലോൺ കൊടുത്ത് ഈ ഇടപെടൽ നടത്തിയ സ്ഥാപനത്തിൻ്റെ പേരാണ് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്നുള്ളത്.